ഇന്നലെ നടന്ന വലിയ ദുഃഖകരമായ ഒരു അപകടമായി പോയി സ്കൂൾ വിദ്യാർത്ഥി മരിച്ച സംഭവം. കണ്ണൂർ വളക്കായി സ്കൂൾ ബസ് അപകടം. അതുമായി ബന്ധപ്പെട്ട് ഡ്രൈവർ കുറേ വാദമുഖങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ബ്രേക്ക് കേടായി എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ഡ്രൈവറുടെ വാദങ്ങളൊക്കെ തെറ്റ് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപകട കാരണം ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതല്ല എന്നാണ് കണ്ടെത്തൽ. അപകടത്തിന് കാരണമാകുന്ന മറ്റ് മെക്കാനിക്കൽ തകരാറുകൾ വാഹനത്തിന് ഇല്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം. അപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് RTOയ്ക്ക് കൈമാറി. ഡ്രൈവറുടെ മെഡിക്കൽ പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് കത്ത് നൽകി. അമിത വേഗതയിലെത്തിയ ബസ് മറിഞ്ഞ് കുറുമാത്തൂർ ചിന്മയ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ഇന്നലെ മരിച്ചിരുന്നു. നേര്യ രാജേഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സുനിൽ, എന്തായാലും ഡ്രൈവർ പറഞ്ഞ വാദങ്ങളല്ല, അമിത വേഗതയിൽ വളവ് തിരിയാൻ ശ്രമിച്ചതാണ് അപകടത്തിന് കാരണമായത് എന്ന് തന്നെ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളിലേക്കാണ് ഇപ്പോൾ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അത് കൃത്യമായി അറിയണമെങ്കിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ഡ്രൈവറുടെ മെഡിക്കൽ പരിശോധന അടക്കം ഇന്നലെ നടത്തേണ്ടതായിരുന്നില്ലേ? അത് നടത്തിയിരുന്നില്ലേ സുനിൽ? കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കുത്തിറക്കത്തിൽ ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്നാണ് ഡ്രൈവറായിട്ടുള്ള തേർലായി മുനമ്പത്ത് നിസാമുദ്ദീൻ പോലീസിന് നൽകിയിരുന്ന മൊഴി. പക്ഷേ RTO നടത്തിയ പരിശോധനയിൽ അത് തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ബസിന്റെ ബ്രേക്ക് പോയിട്ടില്ലെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അപകടത്തിന് ശേഷവും ബ്രേക്ക് കൃത്യമായി പമ്പ് ചെയ്തിരുന്നു. അപകടത്തിന് കാരണമാകുന്ന മറ്റ് മെക്കാനിക്കൽ തകരാറുകൾ വാഹനത്തിനില്ലെന്നും പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു റിപ്പോർട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം RTOയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിനിടെ ഇന്നലെ ഈ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നുള്ള ആരോപണം നമ്മളുമായി സംസാരിക്കുമ്പോൾ പോലും ചില നാട്ടുകാർ ആരോപണമായി തന്നെ ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവറുടെ മെഡിക്കൽ പരിശോധന നടത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും ആവശ്യം. അത് സംബന്ധിച്ച് പോലീസിന് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ പോലീസ് ഇന്നലെ തന്നെ ഈ മെഡിക്കൽ ടെസ്റ്റ് നടത്തേണ്ടതായിരുന്നു. ഇന്നലെ തന്നെ ഇയാളുടെ ബ്ലഡ് ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് ആ പരിശോധന റിപ്പോർട്ട് പുറത്തു വരും. അതിനിടെ ഈ ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് അപകട കാരണം എന്ന നാട്ടുകാരുടെ ആക്ഷേപത്തിലേക്ക് അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പരിശോധനാ ഫലവും പുറത്തു വന്നിരിക്കുന്നത്. തൽക്കാലത്തേക്ക് ഇന്നലെ ഒരൊറ്റ ദിവസത്തേക്കാണ് നിസാമുദ്ദീൻ ഈ ബസ്സിൽ ഡ്രൈവറായി എത്തുന്നത്. സ്ഥിരമായി ആ ബസ് എടുക്കുന്ന ഡ്രൈവർ ഇന്നലെ അവധിയായിരുന്നു. ഇതേ തുടർന്ന് അയാൾ താൽക്കാലികമായി ഏൽപ്പിച്ചതാണ് നിസാമുദ്ദീനെ. എന്തായാലും നിസാമുദ്ദീന്റെ ഭാഗത്തുണ്ടായ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇന്നലെ മരിച്ച നേര്യ രാജേഷിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ നടക്കുന്നുണ്ട്. ഏതാണ്ട് 11 മണിയോടുകൂടി മൃതദേഹം കുട്ടി പഠിച്ച സ്കൂളിലേക്ക് എത്തിക്കും. അതിനുശേഷം 11:30 കുറുമാത്തൂർ മഞ്ചാൽ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. അപകടത്തിൽ പരിക്കേറ്റ ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കുണ്ട്. ഒഡീഷ സ്വദേശിയായിട്ടുള്ള ശ്രീനാലിൻ സഹായി എന്ന് പറയുന്ന 7 വയസ്സുകാരനാണ് തലയ്ക്ക് പരിക്കുള്ളത്. ഈ കുട്ടി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ അപകടനില ഏതെങ്കിലും തരത്തിൽ അതീവ ഗുരുതരമായ ഒരു അവസ്ഥയില്ല എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ശരി സുനിൽ, എന്തായാലും ആശ്വാസകരമാണ്. അടുത്ത കുട്ടി കൂടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമല്ല എന്നുള്ള വാർത്തകൾ കൂടി. എന്തായാലും ഇത്തരം ഡ്രൈവർമാർ അവർ സ്കൂൾ കുട്ടികളുമായി പോകുമ്പോൾ, സ്കൂൾ കുട്ടികളെന്നല്ല എങ്ങനെയാണെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ നിരത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ പാലിക്കാത്തത് കൊണ്ടാണ് നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ അവിടെ ബലിയാടാകേണ്ടി വരുന്നത്. എന്തായാലും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള നടപടികൾ ഇത്തരക്കാർക്കെതിരെ സ്വീകരിക്കുക. അത് കൃത്യമായി നടത്തുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ നമുക്ക് കഴിയും. സുനിൽ ഐസക്കാണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്.